അമൃതയ്ക്ക് ബുക്ക് നൽകിയ ശേഷം ഗൗരി പതിയെ ഡെസ്കിൽ തലവെച്ച് കിടന്നു. കിടന്നത് ഓർമ്മയുള്ളൂ, ഉറങ്ങിപ്പോയി. ക്ലാസ് റൂം പുതിയ സിഇഒയുടെ മടങ്ങി വരവിനായി ശ്വാസമടക്കി കാത്തിരിക്കുകയായിരുന്നു. ആ അസാധാരണ നിശബ്ദതയെ തലവെച്ച് കിടന്ന ഗൗരി ഗാഠമായ ഉറക്കത്തിലാണ്ടിരുന്നു. പെട്ടെന്ന് ഇടനാഴിയിൽ നിന്ന് പരുപരുത്ത ലെതർ ഷൂസിൻ്റെ ശബ്ദം മുഴങ്ങിത്തുടങ്ങി. ആ ചുവടുകൾ ക്ലാസ്സിലേക്ക് അടുത്തു വരുന്തോറും അന്തരീക്ഷത്തിലെ ഭയം വർദ്ധിച്ചു. വാതിൽ തുറന്ന് പ്രൗഢമായ കറുത്ത സ്യൂട്ടിൽ സിദ്ധാർത്ഥ് വർമ്മ അകത്തേക്ക് കടന്നു. അവൻ്റെ ഓരോ ചുവടിലും അധികാരത്തിൻ്റെ ഭാരം പതിഞ്ഞിരുന്നു. ചുളിവുകളില്ലാത്ത തിളക്കമുള്ള വേഷവിധാനവും അതിനു മുകളിൽ കരിങ്കല്ല് പോലെ ഉറച്ച ഭാവവും പേറിയ അവൻ്റെ നോട്ടം ക്ലാസ്സിലെ ഓരോ വിദ്യാർത്ഥിയിലും തറഞ്ഞു. ഒന്നാം നിരയിൽ ഡെസ്കിൽ തലവെച്ചൊരാൾ ഉറങ്ങുന്നത് അവൻ്റെ കണ്ണിലുടക്കി. ക്ലാസ്സിലെ അച്ചടക്കമില്ലായ്മ കണ്ട അവൻ്റെ മുഖം കോപത്താൽ വലിഞ്ഞു മുറങ്ങി. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല. അവൻ്റെ ശബ്ദം ഇടിമുഴക്കം പോലെ ക്ലാസ്സിൽ മുഴങ്ങി. അടുത്ത നിമിഷം അതിശക്തമായ ഒരടി അവൻ ആ തൊട്ടടുത്ത ഡെസ്കിൽ ആഞ്ഞടിച്ചു. ആ ശബ്ദം ക്ലാസ് റൂമിൻ്റെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. ക്ലാസ് മുറി മുഴുവൻ ആ ശബ്ദത്തിൽ ഒന്ന് വിറച്ചു. ചെവിയിൽ കൈവച്ച് ഗൗരി ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. മുന്നിൽ രോഷാകുലനായി നിൽക്കുന്ന അഗ്നിജാല പോലെ ആളിക്കത്തുന്ന തൻ്റെ ജീവൻ്റെ പതിയെ കണ്ടപ്പോൾ അവൾ ഒന്നമ്പരന്നു. തൻ്റെ രണ്ട് ലോകവും ഒരു നിമിഷം കൂട്ടിമുട്ടിയതിൻ്റെ ഞെട്ടലിൽ അവളുടെ കണ്ണുകൾ ഭയത്താൽ വിറച്ചു. അവളാണ് ഉറങ്ങിയിരുന്നത് വ്യക്തമായി അറിയാതെയാണ് അവൻ ആ പ്രവൃത്തി ചെയ്തത്. എന്നാൽ ഉണർന്നപ്പോൾ ആ ഭയം നിറഞ്ഞ കണ്ണുകൾ തൻ്റേതാണെന്ന് സിദ്ധാർത്ഥ് തിരിച്ചറിഞ്ഞു. എല്ലാവരുടെയും നോട്ട്സ് വാങ്ങി അവിടെ കൊണ്ടുപോയി വെക്ക്. അവളെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് കട്ടിയുള്ള സ്വരത്തിൽ അവൻ കൽപ്പിച്ചു. വിറയ്ക്കുന്ന കാലുകൾ പെറുക്കി വെച്ച് അവൾ ഓരോ നിരയിലും നോട്ട്സ് ശേഖരിച്ചു. അവൾ വിറയിലോടെ ആ പേപ്പറുകൾ അവൻ്റെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു. അവൾ തിരികെ വന്നിരുന്നപ്പോഴും സിദ്ധാർത്ഥ് ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. പിന്നെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അറിയാതെ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഈ കോപത്താലുള്ള സിദ്ധാർത്ഥിനെ തനിക്ക് മുൻപേ അറിയാം. എന്നാൽ പ്രണയിച്ചതിൽ പിന്നെ സ്നേഹം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ വീണ്ടും തന്നോട് ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോൾ അവൾ വിതുമ്പലോടെ ഓർത്തു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഡീറ്റെയിൽ ചെയ്യാനായി സിദ്ധാർത്ഥ് പതിയെ ഗൗരിയുടെ അടുത്തേക്ക് നീങ്ങി. അവൻ അവളുടെ ബെഞ്ചിനോട് ചേർന്നിരുന്നു. അവൻ്റെ പെർഫ്യൂമിൻ്റെ തീക്ഷ്ണഗന്ധം അവളെ ആകെ ഉലച്ചു. പേന പോലും നേരെ പിടിക്കാനാവാതെ അവളുടെ കൈകൾ വിറച്ചു. അതവളുടെ കിളി പറത്തുന്ന അവസ്ഥയായിരുന്നു. അവളുടെ വിറയൽ ആസ്വദിച്ചെന്നോണം സിദ്ധാർത്ഥ് കൂടുതൽ അവൾക്കരികിലേക്കിരുന്നു. അവൻ്റെ ചുണ്ടിൽ ആരും കാണാതെ നേരത്തെ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ഇങ്ങനെ പ്രണയിക്കാനും ഒരു സുഖമൊക്കെ ഉണ്ട്, അവൻ ഓർത്തു. ആ പീരീഡ് മുഴുവൻ നോട്ട്സ് എഴുതി തന്നെയായിരുന്നു. സിദ്ധാർത്ഥിനോട് മതിയെന്ന് ആർക്കും ധൈര്യമില്ലാത്തതിനാൽ എല്ലാവരും തരുന്ന നോട്ട്സ് കൃത്യമായി പകർത്തി എഴുതിയെടുത്തു. ഇടയ്ക്ക് ഗൗരിയുടെ നോട്ടം അറിയാതെ അവനിലേക്ക് പാളി. ശ്രദ്ധ തെറ്റിയപ്പോൾ എഴുതിയ വാക്കുകളിൽ അവൾക്ക് തെറ്റുപറ്റി. സിദ്ധാർത്ഥ് അത് കൃത്യം കാണുകയും ചെയ്തു. പെട്ടെന്ന് കടുപ്പത്തോടെ അവൻ അവളുടെ ബുക്ക് കയ്യിലെടുത്ത് അവൻ്റെ കയ്യിലിരുന്ന് ചുവന്ന പേന കൊണ്ട് ആ തെറ്റ് വളരെ വൃത്തിയായി തിരുത്തി അവളുടെ മുന്നിലേക്ക് തിരികെ വെച്ചു. അവൻ അവളുടെ ചെവിയുടെ അടുത്തേക്ക് കുനിഞ്ഞു. അവൻ്റെ ശബ്ദം ഒരു മർമ്മരം പോലെ, എന്നാൽ അധികാരത്തിൻ്റെ കടുപ്പത്തോടെ അവളുടെ കാതുകളിൽ പറഞ്ഞു, പറയുന്ന കാര്യം ശ്രദ്ധിച്ചെഴുത്, അല്ലാതെ എന്നെ നോക്കി ഇരിക്കുകയല്ല വേണ്ടത്. നോൺസെൻസ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്ന് ചുറ്റുമുള്ള ഒന്നും കാണാനാവാത്ത വിധം. ഇത്രയും മതി, എല്ലാവരും ശബ്ദമില്ലാതെ ഇരുന്നോണം. ഒരു നിർദ്ദേശം പോലെ ആജ്ഞാപിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് ക്ലാസ്സിൽ നിന്ന് വെളിയിലേക്ക് പോയി. അവൻ്റെ ഷൂസിൻ്റെ ശബ്ദം ക്ലാസ്സിൽ നിന്ന് അകന്നു പോയിട്ടും ആരും ശബ്ദമുണ്ടാക്കാൻ ധൈര്യപ്പെട്ടില്ല. അന്തരീക്ഷം സാധാരണ നിലയിലായപ്പോൾ നിത്യ പതിയെ മുന്നോട്ടാഞ്ഞു. എടി, നമുക്കിങ്ങേരോട് കാര്യം പറഞ്ഞാലോ? നിത്യ ചോദിച്ചു. അവളുടെ ശബ്ദത്തിൻ്റെ തീരുമാനത്തെ എടുത്തതിൻ്റെ ധൈര്യം ഉണ്ടായിരുന്നു. അത് വേണോ? നമ്മളാണ് പറഞ്ഞതെന്ന് അങ്ങേരറിഞ്ഞാൽ ദേവു ഭയത്താൽ പിന്മാറി. സിദ്ധാർത്ഥൻ്റെ കലിപ്പ് കണ്ടതിന് ശേഷം ആർക്കും റിസ്ക് എടുക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ വരുന്നേൽ വാ. ഭയത്തെ മറികടന്ന് നിത്യ പറഞ്ഞു. കോളേജിൽ അവരുടെ ക്ലാസ്സിൽ ഒരു അധ്യാപകനെക്കുറിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള പരാതി പുതിയ സിഇഒയെ അറിയിക്കാനാണ് നിത്യ ശ്രമിക്കുന്നത്. ഒടുവിൽ ധൈര്യം സംഭരിച്ച നിത്യ പതിയെ സിദ്ധാർത്ഥിൻ്റെ പേഴ്സണൽ റൂമിലേക്ക് നടന്നു. കൂടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഭയം മറ്റുള്ളവരെ പിന്തിരിപ്പിച്ചു. സിദ്ധാർത്ഥിൻ്റെ റൂമിൻ്റെ വാതിൽക്കലെത്തി അവൾ പതിയെ മുട്ടി. സാർ, മേ ഐ കമ്മിങ്? യെസ്. അകത്തുനിന്ന് അവൻ്റെ പരുക്കൻ ശബ്ദം കേട്ടപ്പോൾ നിത്യ ഒന്ന് ഭയന്നെങ്കിലും
അവൾ അകത്തേക്ക് കയറി. വലിയൊരു മേശയ്ക്ക് പിന്നിൽ ലാപ്ടോപ്പിൽ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന സിദ്ധാർത്ഥ്, സാർ, ഞാൻ നിത്യദാസ്. എനിക്കൊരു കാര്യം സാറിനെ അറിയിക്കാനുണ്ടായിരുന്നു, അവൾ വിനയത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥ് ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു, ഞാനിപ്പോൾ വന്നുപോയ ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് അല്ലേ? അതെ സാർ. എന്താ കാര്യം? സാർ, ഇതിനു മുൻപ് ഈ വിഷയം ഞങ്ങൾ HOD പറഞ്ഞിരുന്നു. അപ്പോഴൊന്നും ഇതിനൊരു നടപടിയും എടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ആരോടും പറയാൻ തോന്നിയില്ല. സാറിനെ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. നിത്യ കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. താൻ കാര്യം പറ. സിദ്ധാർത്ഥിൻ്റെ ശബ്ദത്തിൽ അക്ഷമ നിറഞ്ഞു. സാർ, ഞങ്ങൾക്ക് അക്കൗണ്ട്സ് എടുക്കുന്ന മഹിസാറിനെ പറ്റിയാണ് പറയാനുള്ളത്. സിദ്ധാർത്ഥ് ലാപ്ടോപ്പിൽ നിന്ന് കണ്ണു മാറ്റി നിത്യയെ നോക്കി. അവൻ്റെ മുഖത്ത് ചോദ്യചിഹ്നം വിരിഞ്ഞു. മഹിക്കെന്താ പ്രശ്നം? സാർ, മഹിസാർ ഞങ്ങളോട് ചീത്ത രീതിയിലാണ് പെരുമാറുന്നത്, പ്രത്യേകിച്ച് ക്ലാസ്സിലെ ഒരു കുട്ടിയോട്. സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ചുരുങ്ങി. അവൻ്റെ മുഖം പതിയെ ഗൗരവത്തിലായി. നിങ്ങൾ പ്രതികരിക്കാറില്ലേ? ഏതാണ് ആ പെൺകുട്ടി? അവൻ്റെ ശബ്ദം താഴ്ന്നു. അത് കൂടുതൽ ഭയപ്പെടുത്തുന്നായിരുന്നു. സാർ ഇന്ന് ക്ലാസ്സിൽ വെച്ച് ചീത്ത പറഞ്ഞില്ലേ? ആ കുട്ടിയോടാണ് കൂടുതൽ മോശമായി പെരുമാറുന്നത്. അതൊരു പാവമാണ് സാർ. തിരിച്ച് പ്രതികരിക്കാൻ അവൾക്ക് ഭയമാണ്, നിത്യ പറഞ്ഞു. ഗൗരി, സിദ്ധാർത്ഥിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ശരി, താൻ പൊയ്ക്കോ. എന്നോട് പറഞ്ഞത് മറ്റാരും അറിയണ്ട, അവൻ പറഞ്ഞുകൊണ്ട് കോപത്താൽ താടിയിൽ കൈയൊന്നി. സാർ, നെക്സ്റ്റ് പീരീഡ് മഹിസാറാണ്, നിത്യ ഇറങ്ങും മുന്നേ പറഞ്ഞു. ശരി എന്ന അർത്ഥത്തിൽ സിദ്ധാർത്ഥ് കണ്ണുകാട്ടി. എടാ, ഒന്നിങ്ങി വന്നേ. അവൾ മടിച്ചുകൊണ്ട് അകത്തേക്ക് ചെന്നു. എൻ്റെ കാലിന് വല്ലാത്തൊരു വേദന, നീ ആ ബാം എടുത്ത് പുരട്ടിത്തന്നേ. അവൾ ഉടൻ തന്നെ കബോർഡിൽ നിന്ന് ബാം എടുത്ത് അവൻ്റെ പാദങ്ങളിൽ മെല്ലെ പുരട്ടി മൃദുവായി തടവിക്കൊടുത്തു. ശരിക്കും പെൺകുട്ടികളുടെ കൈകൾ പോലെ ഉണ്ടല്ലോ എൻ്റെ ഋത്തിക് റോഷ. അവൻ്റെ സ്വരം പരിഹാസം കലർന്നതായിരുന്നു. അവൾ ഒരു പുഞ്ചിരി മാത്രം നൽകി തല കുനിച്ചു. എന്നാൽ ഉള്ളിൽ മറ്റൊരു ചിന്തയായിരുന്നു. ഞാൻ നിങ്ങളെ പറ്റിക്കുകയാണെന്നറിഞ്ഞാൽ നിങ്ങൾ എന്നെ വെറുക്കുമോ സിദ്ധാർത്ഥ്? അവളുടെ കണ്ണുകൾ അറിയാതെ ഈറനണിഞ്ഞു. കാൽ മസാജ് ചെയ്യുന്നതിനിടയിൽ സിദ്ധാർത്ഥ് വൈൻ ഗ്ലാസ്സിൽ നിന്ന് മദ്യം നുണയുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവൻ ഗൗരിക്ക് നേരെ ഗ്ലാസ് നീട്ടി. വേണോ? വേണ്ട സാർ, അവൾ മറുപടി പറഞ്ഞു. അവൾ തൻ്റെ തൊഴിലിൽ ശ്രദ്ധിച്ചു. അല്പനേരത്തെ ആഴത്തിലുള്ള നിശബ്ദതയ്ക്ക് ശേഷം ഗൗരി പതിയെ സംസാരിക്കാൻ തുടങ്ങി. അവളുടെ ശബ്ദത്തിൽ നേരെ ഒരു വിറയലുണ്ടായിരുന്നു. സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അവൾ ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് നേരിട്ട് നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ് കയ്യിലിരുന്ന ഫയൽ മേശപ്പുറത്ത് വെച്ച് അവളെ നോക്കി. ചോദിക്ക്. എന്താ? സാർ, ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയാണ്. എനിക്ക് നാളെ മുതൽ കോളേജിൽ പോകണമെന്നുണ്ട്. ഇവിടെയുള്ള പണികളെല്ലാം തീർത്ത ശേഷം ഞാൻ പൊയ്ക്കോട്ടെ? ഗൗരിയുടെ ചോദ്യം കേട്ട് സിദ്ധാർത്ഥിൻ്റെ പൂരികം നേരിയതായി ഉയർന്നു. ആഹാ, നീ പഠിക്കുന്നുണ്ടോ? അവൾ തലയാട്ടി. അതെ എന്നർത്ഥത്തിൽ. ആ മുഖത്ത് പഠനം മുടങ്ങുമോ എന്നൊരു നേർത്ത ഭയം നിഴലിച്ചു നിന്നു. പഠിപ്പ് മുടക്കാൻ നിൽക്കണ്ട, നീ സൗകര്യം പോലെ പോയി വാ, സിദ്ധാർത്ഥ് വളരെ മയത്തിൽ മറുപടി പറഞ്ഞു. ആ വാക്കുകൾ ഗൗരിക്ക് വലിയ ആശ്വാസമായി. എങ്കിൽ ഇത്ര മതി, നീ പോയി കിടന്നോളൂ, ഉറങ്ങിക്കോ, സിദ്ധാർത്ഥ് ആജ്ഞാപിച്ചതും ഗൗരിയുടെ മുഖം പെട്ടെന്ന് തെളിഞ്ഞു. അവൾ സന്തോഷത്തോടെ അവൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു. അല്ല, നീയൊന്ന് നിന്നേ, സിദ്ധാർത്ഥ് പിന്നിൽ നിന്ന് വിളിച്ചതും ഗൗരിയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ച പോലെ ഒരു നടുക്കത്തോടെയും ഭയത്തോടെയും അവൾ തിരിഞ്ഞു നോക്കി. എന്താ സാർ? വിറയാർന്ന കാലുകൾ പിന്നിലേക്ക് ചലിപ്പിച്ച് അവൾ ഭയത്തോട് ചോദിച്ചു. വേഷം മാറി വന്ന തൻ്റെ രഹസ്യം അയാൾ അറിഞ്ഞു എന്ന ചിന്ത അവളെ തളർത്തി. നീ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് നേരിയൊരു കൗതുകം നിറഞ്ഞതായി അവൾ കണ്ടു. ഞാൻ VS കോളേജിലാണ് പഠിക്കുന്നത്, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആഹാ, എന്താ സാർ? അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചോദിക്കാനുള്ള വെമ്പലുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അയാൾ ഭാവം മാറ്റി. ഏയ്, ഒന്നുമില്ല, നീ പൊയ്ക്കോ. ഗൗരി ജീവനും കൊണ്ട് ഓടും പോലെ അവിടെ നിന്ന് ഓടി. റൂമിലെത്തിയതും അവൾ വാതിൽ ശക്തിയായി അടച്ചു. ആശ്വാസത്തിനായി അവൾ ഉടൻ തന്നെ ആൺവേഷത്തിൻ്റെ ഭാഗമായ വിക്കും ഷർട്ടും എല്ലാം ഊരിമാറ്റി. എൻ്റെ ഈശ്വര, എങ്ങനെയാണാവോ ഇത്രയും നേരം ഞാൻ ഈ വേഷത്തിൽ നിന്നത്? എൻ്റെ ഗൗരി, നിന്നെ സമ്മതിക്കണം, ഈ വേഷം കെട്ടി രാവിലെ മുതൽ അങ്ങേരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ, അവൾ സ്വയം തലോടി ആത്മപ്രശംസയോടെ പറഞ്ഞു. ഇതേ സമയം തൻ്റെ ഓഫീസ് റൂമിൽ നിന്നും സ്വന്തം മുറിയിലേക്ക് പോവുകയായിരുന്ന സിദ്ധാർത്ഥ് ജനലിലൂടെ ഗൗരിയുടെ മുറിയിലേക്ക് പാളി നോക്കി. വിക്കും ഷർട്ട് ഊരി വെച്ച് ആശ്വാസത്തോടെ നിൽക്കുന്ന അവളുടെ പാവമാറ്റം കണ്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു.
എൻ്റെ പെണ്ണേ, നീ എങ്ങനെ വന്നാലും ഈ സിദ്ധാർത്ഥ് കണ്ടുപിടിക്കും. എടി ബുദ്ധൂസേ, എൻ്റെ അസുഖം എല്ലാം മാറിയെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. അവൻ നേർത്ത ചിരിയോടെ സ്വയം പറഞ്ഞു. എന്തായാലും നീ കളിച്ചോ, എത്ര കാലം ഈ കളി തുടരുമെന്ന് നോക്കാം. ദുരൂഹമായ ഒരു ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ എല്ലാ ജോലികളും കഴിഞ്ഞ് ഗൗരി കോളേജിലേക്ക് ഇറങ്ങി. പാതി വഴിയിൽ വെച്ചവൾ കൂട്ടുകാരിയായ അമൃതയുടെ വീട്ടിലേക്ക് വന്നു. അവിടെ നിന്നാണ് അവൾ കോളേജിലേക്കുള്ള യാത്ര യഥാർത്ഥ വേഷത്തിലേക്ക് മാറിയത്. അമൃതയുടെ കൂടെ കോളേജിലേക്ക് പോകുമ്പോൾ അവളുടെ മുഖത്ത് ഭയം കലർന്ന ചിരിയുണ്ടായിരുന്നു. എൻ്റെ മോളെ, അങ്ങേരെങ്ങാനും ഇത് കണ്ടാൽ നീ തീർന്ന്, അമൃത ആശങ്കയോടെ പറഞ്ഞു. പറയാനുണ്ടോ? എന്നാലും സാരമില്ല, കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. ഗൗരി ആശ്വാസം കൊണ്ടു. അമൃതയുടെ കൂടെ സംസാരിച്ചും കോളേജ് വിശേഷങ്ങൾ പങ്കുവെച്ചും ചിരിയും ഗോസിപ്പുകളും ആഘോഷിച്ചാണ് ഗൗരിയും അമൃതയും കോളേജിലേക്ക് എത്തിയത്. സമയം അല്പം വൈകിയിരുന്നു. അവരുടെ ഫസ്റ്റ് ക്ലാസ് ബിസിനസ് മാനേജ്മെൻ്റ് ആയിരുന്നു. ഒരാഴ്ചയായി ആ വിഷയം എടുത്തിരുന്ന സാർ ലീവിലായതിനാൽ ആ പീരീഡ് ഫ്രീ ആയിരിക്കുമെന്ന് ഉറപ്പിലാണ് ഇരുവരും ധൈര്യമായി നേരം വൈകി എത്തിയത്. പൊതുവെ ക്ലാസ് ഇല്ലാത്ത സമയം ഈ മുറിയിൽ ഇടിമുഴക്കം പോലെ ബഹളമായിരിക്കും. എന്നാൽ ഇന്ന് അവരെ അമ്പരപ്പിച്ചുകൊണ്ട് ക്ലാസ്സിൽ ഒരു നേരിയ ശബ്ദം പോലും കേൾക്കുന്നില്ല. ക്ലാസ് മുറിക്ക് പുറത്ത് അസാധാരണമായൊരു ശാന്തത. എന്താടി, ആരും ക്ലാസ്സിലില്ലേ? ഭൂതം പിടിച്ച പോലെ ഒരൊച്ചയും ഇല്ലല്ലോ. അമൃത ഗൗരിയെ നോക്കി സംശയത്തോടെ പിറുപിറുത്തു. ഫസ്റ്റ് അവർ ഫ്രീ അല്ലേ? എല്ലാവരും കൂടെ ക്യാൻറ്റീനിലോ ലൈബ്രറിയിലോ പോയി ഒളിച്ചിരിക്കുന്നുണ്ടാവും, ഗൗരി അലസമായി പറഞ്ഞു. എന്നാൽ ക്ലാസ്സിലേക്ക് കടന്നു ചെന്ന ഗൗരിയും അമൃതയും ഒരടി മുന്നോട്ട് വെക്കാൻ പോലും മറന്നുപോയി. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഓരോ ബെഞ്ചിലും തല കുനിച്ചിരുന്ന് വിദ്യാർത്ഥികൾ തിരക്കിട്ട് വലിയ എന്തോ വർക്കിലാണ്. ക്ലാസ്സിൽ ഒരു പിൻ വീഴുന്ന ശബ്ദം പോലും ബോംബ് പൊട്ടും പോലെ കേൾക്കുന്ന നിശബ്ദത. ഗൗരിയും അമൃതയും പരസ്പരം നോക്കി. അമ്പരപ്പ് അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു. അവർ പതിയെ അവരുടെ സീറ്റിലേക്ക് ചെന്നിരുന്നു. ഇതെന്താ എല്ലാവർക്കും പറ്റിയേ? ഭ്രാന്ത് പിടിച്ച പോലെ എഴുത്തിലാണല്ലോ. അമൃത അടുത്ത സീറ്റിലിരുന്ന രശ്മിയെ തോണ്ടി ചോദിച്ചു. രശ്മി തല ഉയർത്താതെ പേപ്പറിൽ നിന്ന് കണ്ണ് മാറ്റാതെ അമൃതയോടായി പറഞ്ഞു. അപ്പോൾ നീ അറിഞ്ഞില്ലേ? എന്ത്? രശ്മി പതിയെ സ്വരത്തിൽ എന്നാൽ അതീവ ഗൗരവത്തോടെ പറഞ്ഞു. നമ്മുടെ പുതിയ CEO വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് ക്ലാസ് എടുക്കുന്നത്. അതേതാ ഈ പുതിയ ഉരുപ്പടി? അമൃതയുടെ ശബ്ദം നേർത്തുപോയിരുന്നു. കാണാനൊക്കെ കിടിലൻ റോക്ക് സ്റ്റാർ ലുക്കാണ് മോളെ, പക്ഷെ കട്ട കലിപ്പന. ക്ലാസ്സിൽ കയറി ഉടനെ എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യിച്ച് വാങ്ങി. എന്നിട്ട് 15 മിനിറ്റ് ടൈം തന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി അദ്ദേഹം തിരിച്ചു വരുമ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ്, കൃത്യം 15 മിനിറ്റ്. അമൃത രശ്മിയോട് കൂടുതൽ വിവരങ്ങൾ തിരക്കുന്നതിനിടയിൽ ഗൗരി അവളുടെ നോട്ട്സ് എല്ലാം നോക്കി. ആശ്വാസം മാത്രം, എല്ലാം കംപ്ലീറ്റ് ആണ്. എടി വധൂരി, നീ എല്ലാം കംപ്ലീറ്റ് ആക്കിയോ? ആഹാ, എന്നാൽ ആ നോട്ട് ഇങ്ങനെ താ കുരുപ്പേ, അമൃത തിടുക്കത്തിൽ പറഞ്ഞു.